നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇസ്രായേൽ ഇറാനെതിരായിട്ടുള്ള യുദ്ധം ഓപ്പറേഷൻ ലയൺസ് റോർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യുദ്ധം നീണ്ടു നിൽക്കുകയാണ്. അല്ലെങ്കിൽ മുമ്പോട്ടിനി നീണ്ടു പോകുമോ ഇല്ലയോ എന്നറിയാത്തൊരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റികളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇസ്രായേലിനെ ഒരു പരിധിവരെ സാധാരണ ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല എങ്കിലും ഇന്ത്യൻ എംബസി ഒരു ഇവാക്വേഷൻ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അഥവാ നിലവിൽ റീ എൻട്രി കിട്ടിയതിന് ശേഷം നാട്ടിൽ പോകാതെ നിൽക്കുന്ന ആളുകൾ, അവർക്ക് വേണമെങ്കിൽ ഇതിൽ പോകാവുന്നതാണ്. അതല്ല, ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്വമേധയാ ഞാൻ പോവുകയാണ് എന്ന് താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ജോലി നിർത്തി നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇതുപോലുള്ള ഇവാക്വേഷൻ പ്ലാനുകൾ ഇന്ത്യൻ എംബസി അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആളുകൾ പരക്കെ പേര് നൽകും. പക്ഷേ എംബസിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ വോളണ്ടിയേഴ്സായിട്ടുള്ള ആളുകൾ വിളിക്കുന്ന സമയത്ത് അവർ പറയും, അയ്യോ ഞാൻ വെറുതെ പേര് തന്നു കേട്ടോ, ഞാൻ പോകുന്നില്ല കേട്ടോ. ശരിക്കും അങ്ങനെ ചെയ്യരുത് ദയവേത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഒരാൾക്ക് എമർജൻസി ആയിട്ട് പോകേണ്ട ഒരാളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ അതിനുവേണ്ടി ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലും ഇത്ര ബുദ്ധിമുട്ടി ഇന്ത്യൻ എംബസിക്കാർ ഓവർലോഡ് വർക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. സോ അതെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ പലപ്പോഴും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ്, വെറുതെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന ഭീതിയിൽ നിർത്തിപ്പോകുന്ന ആളുകളുണ്ട്. അവർ നാട്ടിൽ പോയതിന് ശേഷം റീ എൻട്രി ഇല്ലാതെ പോകും. ചെന്നതിന് ശേഷം തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റാതെ അവിടെ നിന്നുകൊണ്ട് വിളിക്കും, അയ്യോ എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല, അന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഞാൻ ഭയങ്കര പ്രശ്നമാകുമെന്ന് കരുതി പോയതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തോ മറ്റാരുടെയെങ്കിലും പ്രേരണയുടെ പുറത്തോ നിങ്ങൾ പോകാതിരിക്കുക. ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ, ഫുൾ നെയിം, മൊബൈൽ നമ്പർ, ഇത്രയാണ് നമുക്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഈ താഴെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറുകളിൽ ഈ സാധനം നിങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ ഇതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ആ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എംബസിയിൽ ഏൽപ്പിക്കുന്നതായിരിക്കും. ഓപ്പറേഷൻ സ്റ്റാർട്ടാവുന്ന സമയത്ത്, ഇവാക്വേഷൻ പ്ലാൻ സ്റ്റാർട്ടാവുന്ന സമയത്ത് അവർ നിങ്ങളെ ഡയറക്റ്റ് വിളിക്കുന്നതായിരിക്കും. ഒരുപാട് ലേറ്റ് ആകുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു ഫ്ലൈറ്റിനുള്ള ആളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്ന രീതിയിലായി. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. ഒരു ഫ്ലൈറ്റിനുള്ള ആളുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിനുള്ള ആളുകളെ ഒരുമിച്ച് ഇവാക്വേറ്റ് ചെയ്യാനായിട്ട് എയർ ഇന്ത്യയുടെ സ്പെഷ്യൽ ഫ്ലൈറ്റ് വന്ന് കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് തീർത്തും സൗജന്യമായൊരു സേവനമാണ്. ഇന്ത്യ ഗവൺമെൻറ് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന സൗജന്യ സേവനമാണ് ഇവാക്വേഷൻ പ്ലാൻ എന്നുള്ളത്. സോ എല്ലാവരും കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇപ്പോൾ നമുക്ക് തീരുമാനിച്ചൊരു റീ എൻട്രി നിലവിലത്തെ സാഹചര്യത്തിൽ കിട്ടത്തില്ല. മിശ്ര തപ്പനിയും അഥവാ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ സംവിധാനം നിലവിൽ ഓഫാണ്, അല്ലെങ്കിൽ ഷട്ട് ഓഫാണ്. ഇപ്പോൾ അവർ നിലവിൽ റീ എൻട്രികൾ, പുതിയ റീ എൻട്രികൾ അടിക്കുന്നില്ല. സോ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും റീ എൻട്രി ഓപ്പൺ ആകുകയാണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രം ഇതിനകത്ത് പേര് തരാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫുൾ നെയിം, പാസ്പോർട്ട് നമ്പർ, മൊബൈൽ നമ്പറാണ് നമുക്ക് ആവശ്യം. ഈ താഴെ കാണുന്ന മൊബൈൽ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. താങ്ക്